നമ്മൾ ഇനി പോകുന്നത് എറണാകുളത്തേക്കാണ് അല്ലേ? തീർച്ചയായും എറണാകുളത്തെ വിശേഷങ്ങൾ പറയാൻ തിയോഫിൻ സജ്ജമായിരിക്കുകയാണ്. തിയോഫിൻ, ഗുഡ് ഈവനിങ്. അങ്ങനെ എറണാകുളവും ഈ ഒരു ദിവസം വിധി എഴുതി കഴിഞ്ഞു. ഈ ഒരു ദിവസത്തെ എറണാകുളത്തെ ഒരു പോളിംഗ് ശതമാനം എത്ര എത്തി നിൽക്കുന്നു? എങ്ങനെയാണ് ഈ ദിവസം അവിടെ മുന്നോട്ട് പോയത്? സിന്ധൂരി, ശ്രീനിധി, ഗുഡ് ഈവനിങ്. വളരെ നല്ല രീതിയിൽ തന്നെ സമാധാനപരമായി എറണാകുളം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പോളിംഗ് അവസാനിച്ചു. ഔദ്യോഗികമായി നമുക്ക് 6 മണി വരെ കിട്ടിയ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ 73.48% പോളിംഗ് ആണ് എറണാകുളത്ത് രേഖപ്പെടുത്തിയത്. പക്ഷേ ചില ബൂത്തുകളിൽ, അതായത് അധികം ബൂത്തുകളിലൊന്നും നേരം വൈകിയിട്ടില്ല. ചിലയിടങ്ങളിൽ മട്ടാഞ്ചേരി ഉൾപ്പെടെ ഏതാനും ബൂത്തുകളിൽ മാത്രം 6 മണിക്ക് ശേഷം കുറച്ച് ആളുകൾ വോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിങ്ങിൻ്റെ ഒരു കണക്ക് കൂടി ഒരു പക്ഷേ വരുമ്പോൾ അല്പം കൂടി ഒരു ശതമാനം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ആദ്യഘട്ട പോളിംഗ് നടന്ന 7 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ്. 73.48%. നേരത്തെയുള്ള പോളിംഗ്, പഴയ പോളിംഗ് ശതമാനം അതായത് 2020 തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 77.28 ആണ്. അതും അന്ന് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം തന്നെയായിരുന്നു. വോട്ടിംഗ് സമയം കഴിഞ്ഞ് 6 മണി കഴിഞ്ഞും ക്യൂ ഉണ്ടായിരുന്നത് മട്ടാഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. പിന്നെ 1-2 സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് അത് ആലുവ ചെങ്ങമനാട് പഞ്ചായത്തിലെ തുരുത്ത് ജുമാ മസ്ജിദ് ഹാളിലെ 2-ാം നമ്പർ ബൂത്തിൽ 2 തവണ വോട്ടിംഗ് മെഷീൻ രാവിലെ തകരാറായിരുന്നെങ്കിലും പിന്നീട് തകരാറ് പരിഹരിച്ച് 8:30 തന്നെ സുഗമമായ രീതിയിൽ പിന്നീട് അങ്ങോട്ട് പോളിംഗ് തുടർന്ന് നടന്നു. കുന്നത്തുനാട് പഞ്ചായത്തിലെ പിണർമുണ്ട LP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് 2 മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെട്ടു. ഒപ്പം ആലുവയിൽ തന്നെ മറ്റൊരു ബൂത്തിൽ കൂടി ഈ പോളിംഗ് യന്ത്രത്തിൽ തകരാറുണ്ടായതിനെ തുടർന്ന് ഇടയ്ക്ക് 2 മണിക്കൂറോളം പോളിംഗിന് വൈകാൻ ഇടയായിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്പം വൈകിയ സ്ഥലങ്ങളിൽ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും പൊതുവെ കൃത്യമായി തന്നെ പോളിംഗ് നടന്നു. സമാധാനപരമായിരുന്നു പൊതുവെ ഇലക്ഷൻ. തന്നെയുമല്ല എറണാകുളം നഗരത്തിൽ, കൊച്ചി നഗരത്തിലെ പോളിംഗിൻ്റെ ഒരു ട്രെൻഡ് രാവിലെ കാര്യമായി തന്നെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കാരണം പോളിംഗ് ശതമാനം ഉയർന്നു വരുന്നത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനം തുടക്കം മുതൽ തന്നെ കാണിച്ചിരുന്ന എറണാകുളം ജില്ലയായിരുന്നു. കൊച്ചി കോർപ്പറേഷനിലും കാര്യമായി തന്നെ വലിയ നല്ല രീതിയിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ നഗരത്തെ സംബന്ധിച്ച് നഗരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ പോലെ ആയിരുന്നില്ല. ഗ്രാമങ്ങളിൽ പൊതുവെ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരാറുള്ളത് രാവിലെ തന്നെ ഒരു നിരവധി ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തും. പിന്നീട് അതങ്ങനെ തുടർന്ന് വൈകുന്നേരവും കുറച്ചധികം ആളുകളെത്തും. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി നഗരത്തിൽ വലിയ തിരക്ക് രാവിലെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അതിങ്ങനെ തുടർച്ചയായി പോളിംഗ് ശതമാനം ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉച്ചവരെ അതുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരല്പം മന്ദഗതിയിലായി. പിന്നീട് വൈകുന്നേരത്തോടെ വീണ്ടും അല്പം കൂടി പോളിംഗ് ശതമാനം ഉയരുകയും ചെയ്തു. ചിലയിടങ്ങളിൽ വെണ്ണല സ്കൂളിൽ ഒരു ബൂത്തിൽ 2 ബൂത്തുകളുണ്ടായിരുന്നു. അവിടെ ഒരു ബൂത്തിൽ ഒരല്പം പതിയാണ് പോളിംഗ് നടന്നത്. കാരണം ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് പോളിംഗ് അല്പം മന്ദഗതിയിലായിരുന്നു. പക്ഷേ ഒരു 5 മണിക്ക് ശേഷം അത് ഉദ്യോഗസ്ഥർ വളരെ വേഗം തന്നെ കാര്യങ്ങൾ നടപ്പാക്കി പെട്ടെന്ന് തന്നെ പോളിംഗ് നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടു. വേഗത്തിൽ ഓരോ വോട്ടർമാരെയും വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യമൊരുക്കിയതിനെ തുടർന്ന് 6 മണിക്ക് തന്നെ അവിടെയും പോളിംഗ് അവസാനിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് നഗരത്തിലെ ഒട്ടുമിക്ക ബൂത്തുകളിലും 6 മണിക്ക് തന്നെ പോളിംഗ് അവസാനിക്കുകയും ചെയ്തു. ഇതിനിടെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പഞ്ചായത്ത് വാർഡിലേക്കുള്ള ഇലക്ഷൻ അത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് പിന്നീട് നടക്കും. പക്ഷേ ഇതേ ബൂത്തിൽ ഈ പഞ്ചായത്തിൽപ്പെട്ട, അതായത് 10-ാം വാർഡിൽപ്പെട്ട മറ്റ് എല്ലാ ബൂത്തുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് അവിടെ നടത്തുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥിയായിരുന്ന CS ബാബുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. സ്ഥാനാർത്ഥി ഇന്ന് പുലർച്ചെ 2:30 അദ്ദേഹം മരിച്ചതായി കണ്ടെത്തിയത്. ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ കുന്നത്തുനാട് മണ്ഡലത്തിലെ പെട്ട വെങ്ങോല പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാനായി എത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. വെസ്റ്റ് വെങ്ങോല അമ്പലപ്പറമ്പിൽ വീട്ടിൽ രാഘവൻ നായർ എന്ന വോട്ടറാണ് മരിച്ചത്. ഇസ്ലാമിക് കൾച്ചറൽ സെൻ്ററിലെ 1-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തിയത്. ക്യൂവിൽ നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നെ പ്രമുഖരായ വോട്ടർമാരൊക്കെ, അത് രാഷ്ട്രീയ നേതാക്കളാകട്ടെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മന്ത്രി P. രാജീവ് കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിലെ ബൂത്തിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ 7 മണിക്ക് പറവൂർ കേസരി കോളേജിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രൊഫസർ KV തോമസ് മുട്ടേലി സാന്റാമരിയ സ്കൂളിലും KJ മാക്സി MLA തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലും ആന്റണി ജോൺ MLA കോഴിപ്പള്ളി പാറച്ചാലി
PHC സബ് സെൻറ്ററിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഒട്ടുമിക്ക നേതാക്കളുമൊക്കെ കുടുംബത്തോടൊപ്പം ഭാര്യമാരോടൊപ്പം ഒക്കെ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കൊച്ചി മേയർ M. അനിൽകുമാർ എളമക്കര ഗവൺമെൻറ് സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷയും M. അനിൽകുമാർ പങ്കുവയ്ക്കുകയും ചെയ്തു. കാരണം അത്രയധികം വികസന പ്രവർത്തനങ്ങൾ LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷമായി നടത്തിയിട്ടുണ്ട്. അതുതന്നെ വോട്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. മേയറും അതേ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം മറ്റ് യാതൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഉന്നയിക്കാതെ വികസനം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണി കൊച്ചി കോർപ്പറേഷനിൽ വോട്ട് തേടിയത്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ കോവേന്തപ്പടി അംഗൻവാടി ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷത്തിന് ജില്ലയിൽ വൻ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ S. സതീഷ് പങ്കുവച്ചിട്ടുണ്ട്. കാരണം കൃത്യമായി തന്നെ അത് CPIM ഇങ്ങനൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നൊരു കാരണം കൂടിയുണ്ട്. BJPക്കും കോൺഗ്രസിനുമൊക്കെ വലിയ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ഉണ്ടായിരുന്നു. വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം വലിയ ഒട്ടനവധി കൊച്ചി കോർപ്പറേഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം UDF, ജമാഅത്ത് ഇസ്ലാമിയും RSSുമായൊക്കെ ഉണ്ടാക്കിയ കൂട്ടുകെട്ട് അത് വലിയ തിരിച്ചടിയാണ്. BJPക്കാണെങ്കിൽ പലയിടത്തും സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസുമായുള്ള നീക്കുപോക്കിൽ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്നും സൂചനയുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ തന്നെ 5 ഡിവിഷനുകളിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. എറണാകുളം ജില്ലയിൽ ആകമാനമെടുത്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കിയാൽ 200ഓളം ഡിവിഷനുകളിൽ വാർഡുകളിലുമൊക്കെയായി സ്ഥാനാർത്ഥികളില്ലാത്തതുണ്ടായിരുന്നു. നടൻ ദിലീപും കാവ്യമാധവനും ആലുവ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിലെ ബൂത്തിലാണ് രാവിലെ വോട്ട് ചെയ്തത്. നിർമ്മാതാവും സംവിധായകനുമായ ലാൽ പടമുകൾ മദ്രസ ഹാളിലെ പോളിംഗ് ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ പ്രമുഖരായ വോട്ടർമാരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഉച്ചയോടെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് വീണ്ടും വൈകുന്നേരത്തോടെ അത് കുറച്ചുകൂടി വേഗതയിലായി. കൂടുതൽ ആളുകൾ വോട്ടെടുത്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ശ്രീനിധി, സിന്ധൂരി. തീർച്ചയായും മികച്ച കാര്യങ്ങളൊക്കെയാണ് തിയോഫിൻ പറഞ്ഞത്. തിയോഫിൻ പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ്. അതെ, അപ്പോൾ എന്തായാലും അവിടെ ആ ഒരു മികച്ച പോളിംഗ് എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എല്ലാവരും തന്നെ പങ്കുചേരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായി കൂടി മാറുകയാണ്. ആ ആത്മവിശ്വാസം പങ്കുവയ്ക്കപ്പെടുന്നത് ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു.